ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും ശ്രീകുട്ടിയും കൂടെ അമ്പുക്കുട്ടൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അമ്പുക്കുട്ടൻ്റെ സ്കൂളിൽ പോകാൻ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച PT മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അമ്പുക്കുട്ടനും ശ്രീകുട്ടിക്കൊക്കെ പനിയായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ചത്തേന് പോകാൻ വേണ്ടി ഇറങ്ങി. ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ മോനെ കൂടെ ഇങ്ങ് വിളിച്ചുകൊണ്ട് പോരാലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ശ്രീകുട്ടി പിന്നെ യാത്ര പോകാൻ വേണ്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ കരച്ചിലും ബഹളവും ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ യാത്ര പോയാൽ മതി. അങ്ങനെ ഇതാ അമ്പുക്കുട്ടൻ്റെ സ്കൂളെത്തി കേട്ടോ. നീലേശ്വരം വിമലഹൃദയ കോൺവെൻറ്റ് സ്കൂളിലാണ് അമ്പുക്കുട്ടൻ പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പുക്കുട്ടൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അമ്പുക്കുട്ടനെ അറിയത്തില്ല ഞങ്ങളിന്ന് വരുമെന്നുള്ള കാര്യമൊന്നും. ഇനി ഞങ്ങളെ കാണുമ്പം എന്തായിരിക്കും എക്സ്പ്രഷനൊന്നും അറിയത്തില്ല. അമ്പുക്കുട്ടൻ്റെ ബസ്സൊക്കെ ഏതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ദാണ്ട് അങ്ങനെ അമ്പുക്കുട്ടൻ്റെ സ്കൂളിലെത്തി. ഇതാണ് അമ്പുക്കുട്ടൻ്റെ സ്കൂള്. അങ്ങനെ നമ്മുടെ വണ്ടി അതിൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്ത് നമ്മൾ സ്കൂളിലേക്ക് പോയി. സ്കൂളിനകത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം സ്കൂളിനകത്ത് ക്യാമറ അലൗഡല്ല, അതുകൊണ്ട്. അപ്പം ഞങ്ങൾ പോയി അമ്പുക്കുട്ടനെ വിളിച്ചിട്ട് ഇതാ വരുക. ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങി വരുക. മിസ് ആണെങ്കിൽ അവൻ്റെ കാര്യങ്ങളും കുറ്റങ്ങളും എല്ലാം പറഞ്ഞിട്ട്, കുറ്റങ്ങളൊന്നുമില്ല കേട്ടോ, എൻ്റെ കുഞ്ഞ് മിടുക്കനാന്നാണ് പറഞ്ഞത്. പിന്നെ ഇച്ചിരി കുരുത്തക്കിടയ്ക്കും ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പുക്കുട്ടനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇങ്ങോട്ട് വരാൻ വിളിച്ചനൊക്കെയും ആശാൻ വരുന്നില്ല. അവൻ്റെ പാർക്കും പിന്നെ അവൻ ബസ്സിൽ ഇതുവഴിയാണ് പോകുന്നതെന്നും ഒക്കെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുക. ബാഗൊന്നും ചോദിച്ചിട്ട് തരുന്നില്ല. ഞാൻ തന്നെ ഇട്ടുകൊണ്ട് വന്നോളാം, ഞാൻ തന്നെ ബാഗ് ഇട്ടുകൊണ്ടാണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദാ കയറി പോവുക അച്ഛൻ്റെ കൂടെ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ അമ്പുക്കുട്ടൻ എപ്പോഴും അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി അച്ഛനെ അനുകരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നൊരു മോനാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നോ അച്ഛൻ അതുപോലെ ചെയ്യാനും, അച്ഛൻ ഫോൺ വിളിക്കുന്ന രീതിയിൽ ചുമ്മാ കളിപ്പാട്ട ഫോണൊക്കെ എടുത്ത് വിളിക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നോ അത് ചെയ്യാനാണ് അവന് ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ ഏട്ടൻ അവനെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ദേ വണ്ടിയിലേക്ക് പോവുക അച്ഛനും മോനും. അങ്ങനെ ആ വണ്ടിയിലൊക്കെ കയറി അച്ഛൻ്റെ അടുത്ത് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ മോന്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സ് ഇറങ്ങുന്ന സ്റ്റോപ്പും ബസ് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ അച്ഛന് കാണിച്ചു കൊടുക്കുക. പിന്നെ സ്കൂളിലെ വിശേഷങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വന്ന് അവനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, നമുക്കും എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പലാറ്റിനോയിൽ കയറി. അങ്ങനെ ഞങ്ങളവിടെ ടേബിളിലൊക്കെ ഇരുന്ന് അമ്പുക്കുട്ടൻ പിന്നെ മെനു കാർഡ് കിട്ടിയപ്പോഴേ അതിനകത്തോട്ട് മുഖം പൂഴ്ച ഇരിപ്പും തുടങ്ങി. ഒന്നും വായിക്കാൻ അറിയില്ലെങ്കിലും പടം കണ്ടെങ്കിലും നിർവൃതി അടയാമല്ലോ, അത് തന്നെ ആശാൻ്റെ ഉദ്ദേശം. പിന്നെ ഞാനും ഏട്ടനുമൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതായതുകൊണ്ട് എനിക്കൊരു സാധാ നോർമൽ ലൈമും ഏട്ടനൊരു മിൻറ്റ് ലൈമും ഒക്കെ പറഞ്ഞു. പിന്നെ അമ്പുക്കുട്ടന് പിന്നെ അവൻ്റെ സ്ഥിരം വിഭവമായ ഷാർജ. പിന്നെ ഞങ്ങൾ 2 കട്ട്ലറ്റും ഒരു സമൂസയൊക്കെ വാങ്ങിച്ചു. ഷാർജ കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്ന അമ്പുക്കുട്ടനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പം എന്താ കുടിച്ച് തീർത്തുന്നത്. ചുമ്മാതാ 2 കഴിച്ചിട്ട് ബാക്കി ഷാർജ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ്ടാ ഭയങ്കര മഴ. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് വീട്ടിലെത്തി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പോഴത്തേനും മഴയൊക്കെ തോന്നുക കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.